ഇന്നത്തെ അറിയിപ്പുകൾ. തിരുവനന്തപുരം നഗരം നാളെ കനത്ത സുരക്ഷാ വലയത്തിലും ഗതാഗത നിയന്ത്രണങ്ങളിലും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി സെൻട്രൽ സ്റ്റേഡിയം ഒരുങ്ങുമ്പോൾ രാവിലെ 7 മണി മുതൽ നഗരത്തിലെ പ്രധാന റോഡുകളിൽ ട്രാഫിക് നിയന്ത്രണം നിലവിൽ വരും. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും പോകുന്ന യാത്രക്കാർ സമയത്തിന് മുൻപ് യാത്ര ക്രമീകരിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. നാളെ രാവിലെ 10 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ചടങ്ങിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ 7 മണി മുതൽ വ്യാപക ഗതാഗത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പേരൂർക്കട, ശാസ്തമംഗലം ഭാഗങ്ങളിൽ നിന്നും സ്റ്റാച്യുവിലേക്ക് പോകുന്ന വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, വിമൻസ് ജംഗ്ഷൻ, തൈക്കാട് വഴി തിരിച്ചുവിടും. PMG ഭാഗത്തുനിന്നുള്ള വാഹനങ്ങൾ GV രാജ റോഡ്, LMS, മ്യൂസിയം, മാനവീയം റോഡ് വഴി തൈക്കാട് റൂട്ടിലാകും പോകേണ്ടത്. ഓവർബ്രിഡ്ജ് ഭാഗത്തുനിന്നും സ്റ്റാച്യുവിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഫ്ലൈ ഓവർ വഴി തിരിച്ചുവിടും. തമ്പാനൂർ, മോഡൽ സ്കൂൾ, പനവിള, ബേക്കറി ജംഗ്ഷൻ വഴിയാണ് ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ പങ്കെടുക്കുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾക്ക് പ്രത്യേക പ്രവേശന ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ, പോലീസ്, മീഡിയ വാഹനങ്ങൾ നിശ്ചിത പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്. പ്രവർത്തകരും പൊതുജനങ്ങളും എത്തുന്ന വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും പ്രത്യേക പാർക്കിംഗ് കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അനധികൃത പാർക്കിംഗ് നടത്തിയാൽ വാഹനങ്ങൾ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ട്രാഫിക് നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പറുകളിലും ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എറണാകുളം ജംഗ്ഷൻ യാർഡിലെ ജോലികൾ കാരണം ആലപ്പുഴ വഴിയുള്ള ചില ട്രെയിനുകൾ കോട്ടയം വഴി സർവീസ് നടത്തും. ഈ മാസം 27 മുതൽ ജൂൺ 3 വരെയാണ് റൂട്ട് മാറ്റം. ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് കോട്ടയം വഴി സർവീസ് നടത്തും. കോട്ടയം, ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, തിരുവല്ല എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നോർത്ത്, മംഗളൂരു അന്ത്യോദയ എക്സ്പ്രസും കോട്ടയം വഴി സർവീസ് നടത്തും. ഈ മാസം 28, 30 തീയതികളിലാണ് ട്രെയിൻ കോട്ടയം വഴി സർവീസ് നടത്തുക. കേരളത്തിൽ നിന്നൊരു വമ്പൻ IPOയ്ക്ക് അരങ്ങൊരുങ്ങുന്നു. സ്വർണ്ണ വായ്പാ മേഖലയിൽ ശക്തമായ സാന്നിധ്യമുള്ള മുത്തൂറ്റ് ഫിൻകോർപ്പ് 4000 കോടി രൂപയുടെ പ്രാരംഭ ഓഹരി വിൽപ്പനയിലൂടെ ഓഹരി വിപണിയിലേക്ക് കടക്കാനൊരുങ്ങുകയാണ്. ലാഭത്തിൽ വൻ കുതിപ്പുമായെത്തിയ കമ്പനിയുടെ നീക്കം ധനകാര്യ മേഖലയിൽ വലിയ ചർച്ചയാവുകയാണ്. കേരള ആസ്ഥാനമായ പ്രമുഖ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായ മുത്തൂറ്റ് ഫിൻകോർപ്പ് 4000 കോടി രൂപയുടെ IPO നടത്താൻ ഒരുങ്ങുന്നു. ശനിയാഴ്ച ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം കൈക്കൊണ്ടത്. മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന് കീഴിലുള്ള ഗോൾഡ് ലോൺ സ്ഥാപനമായ കമ്പനിയുടെ ലാഭം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വൻതോതിൽ ഉയർന്നു. 2024-25 787 കോടി രൂപയിൽ നിന്നാണ് 2025-26 ലാഭം 1640 കോടി രൂപയായി ഉയർന്നത്. IPOയ്ക്ക് മുന്നോടിയായി ഓഹരി വിഭജനം നടത്താനും കമ്പനി പദ്ധതിയിടുന്നുണ്ട്. 10 രൂപ മുഖവിലയുള്ള ഒരു ഓഹരിയെ 2 രൂപ മുഖവിലയുള്ള 5 ഓഹരികളാക്കാനാണ് തീരുമാനം. ഇതിലൂടെ ചെറുകിട നിക്ഷേപകരുടെ പങ്കാളിത്തം വർദ്ധിക്കുമെന്നും ഓഹരികളിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തുമെന്നും വിലയിരുത്തപ്പെടുന്നു. IPOയ്ക്ക് പുറമെ NCD വഴിയും 4000 കോടി രൂപ വരെ സമാഹരിക്കാൻ കമ്പനി ആലോചിക്കുന്നുണ്ട്. എന്നാൽ IPOയുടെ കൃത്യമായ തീയതി കമ്പനി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ കർശന നിർദ്ദേശവുമായി ഗവർണർ. സത്യപ്രതിജ്ഞാവേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും മാത്രമേ പാടുള്ളൂവെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ നടക്കാനിരിക്കുന്ന സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ, സുരക്ഷ, ഗതാഗത ക്രമീകരണങ്ങൾ എന്നിവയിൽ കർശന നിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ചടങ്ങ് വേദിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും മാത്രമേ ഇരിക്കാവൂ എന്ന് ലോക്ഭവൻ നിർദ്ദേശം നൽകി. ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെയും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് പ്രോട്ടോകോൾ വിഭാഗം ഗവർണറെ അറിയിച്ചിരുന്നു. എന്നാൽ വേദിയിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളെയോ അതിഥികളെയോ ഉൾപ്പെടുത്തരുതെന്നാണ് ലോക്ഭവന്റെ നിലപാട്. തമിഴ്നാട്ടിലും സമാനമായ വിവാദം ഉയർന്നിരുന്നെങ്കിലും അവിടുത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. ചടങ്ങ് വേദിയിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഗവർണർക്കാണെന്ന് പൊതുഭരണ വകുപ്പ് വ്യക്തമാക്കി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എന്നിവർ എത്തുമെന്നാണ് സൂചന. സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ശ്രദ്ധേയമായ ചടങ്ങായി ഇത് മാറുമെന്ന വിലയിരുത്തലുമുണ്ട്. അതേസമയം പൊതുജനങ്ങൾക്ക് ചടങ്ങ് തത്സമയം കാണുന്നതിനായി നഗരത്തിലെ 6 കേന്ദ്രങ്ങളിൽ LED വാളുകളും ഒരുക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.